മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരെ പരസ്യ പ്രതികരണവുമായി വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബീന റഷീദ്. ഫാത്തിമ തഹ്ലിയെയും ജയന്തി രാജനെയും സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നൂർബീന ചോദിച്ചു. വനിതാ ലീഗിന് അർഹമായ സീറ്റ് നൽകിയില്ല എന്നും ജയന്തി രാജൻ സ്ഥാനാർത്ഥിയായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അവർ ചോദിച്ചു. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച പട്ടികയെ രണ്ട് കൈയും കൊട്ടി സ്വീകരിക്കുന്നു. പക്ഷേ രണ്ട് വനിതകളിൽ ഒന്ന് യൂത്ത് ലീഗിൻ്റെ മുഖവും മറ്റൊന്ന് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയുമാണ്. രണ്ടുപേരും എങ്ങനെയാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല. എന്തും പറയുന്നവർക്കാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതെങ്കിൽ അതിൽ വനിതാ ലീഗിന് പ്രതിഷേധമുണ്ട്. ഇതാണ് നൂർബീന പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലും പൊട്ടിത്തെറി വന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ പൊട്ടിത്തെറിയാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പല മണ്ഡലങ്ങളിലും പല സ്ഥാനാർത്ഥികളും റബലുകളായി മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ അവസ്ഥ UDFിനെ വല്ലാത്തൊരു ദുരന്തത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. LDFിൽ പൊട്ടിത്തെറിയുണ്ട് എന്ന് പറഞ്ഞ് UDF ആ പൊട്ടിത്തെറിയുണ്ടായ നിയോജക മണ്ഡലങ്ങളിൽ വിമത LDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. UDF സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ UDFകാർക്ക് തന്നെ കഴിയുന്നില്ല. കേഡർ പാർട്ടിയെന്ന് കരുതുന്ന മുസ്ലിം ലീഗിൻ്റെ വനിതാ വിങ് തന്നെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ പൊട്ടിത്തെറി വലിയൊരു പൊട്ടിത്തെറിയായി മാറിയിരിക്കുന്നു. ജയന്തി രാജനെയൊക്കെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നൂർബീന ചോദിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ വലിയ പാളിച്ച തന്നെ മുസ്ലിം ലീഗിന് സംഭവിച്ചു. അതേസമയം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് താൻ അംഗീകരിക്കുന്നതായി മുതിർന്ന നേതാവ് MK മുനീർ പറഞ്ഞു. പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും യുദ്ധം മുറുകുകയാണ് മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പൊട്ടിത്തെറി. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും ചേർന്നാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തി മുസ്ലിം ലീഗിൻ്റെ മുഖം ശോഭനമാക്കാനായിരുന്നു അവരുടെ പരിപാടി. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മുഖം ശോഭനമായില്ല. മറിച്ച് മുസ്ലിം ലീഗിൽ അടി മൂക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ UDFിൽ പല സ്ഥലങ്ങളിലും റബൽ സ്ഥാനാർത്ഥിയുണ്ട്. ഏറ്റവും ഒടുവിൽ കുട്ടനാടിൽ കോൺഗ്രസിൻ്റെ റബൽ സ്ഥാനാർത്ഥിയായി സജി ജോസഫ് മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാളാണ് സജി ജോസഫ്. ഇങ്ങനെ പലയിടങ്ങളിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. സ്ഥാനാർത്ഥി മോഹികൾ നിരാശരായി റബലുകളാകുന്ന അവസ്ഥ. അതാണ് കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. സുധാകരൻ ഉയർത്തിയ കലാപത്തെ കണ്ണൂർ സീറ്റ് നൽകി കോൺഗ്രസ് ഒതുക്കിയെങ്കിലും ഇനിയുമുണ്ട് പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഏറെ. കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോൾ മറുവശത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രശ്നങ്ങൾ വളരെ വലുതായി വരികയാണ്. മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പൊട്ടിത്തെറി തന്നെ
സംഭവിച്ചിരിക്കുന്നു. നൂർബിന റഷീദ് ആ പൊട്ടിത്തെറി പുറത്ത് പറഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി.